സർവേഭ്യോ നമസ്കാരഃ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്രിയാപദത്തിൻ്റെ ധാതു, പുരുഷ, വചന, ലകാരത്തെക്കുറിച്ചിട്ട് സാമാന്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ധാതുവിനെയും പുരുഷനെയും വചനത്തെയും ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു. പക്ഷെ ലകാരം വളരെ കുറച്ച് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പദികളെ കുറിച്ചിട്ടാണ്. 3 പദികളുണ്ട്: പരസ്മൈപതി, ആത്മനേപതി, ഉഭയപതി. പരസ്മൈപതി എന്ന് പറഞ്ഞാൽ പരായ എന്നൊരർത്ഥത്തിലും, ആത്മനേപതി എന്ന് പറഞ്ഞാൽ സ്വാത്മനെ എന്നൊരർത്ഥത്തിലും ഉപയോഗിക്കും. ഉഭയപതി എന്ന് പറഞ്ഞാൽ പരസ്മൈപതിയിലും ആത്മനേപതിയിലും ഉൾപ്പെടുന്ന ക്രിയാപദങ്ങളെ ഉഭയപദികളിൽ ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ ഈ സംസ്കൃത വ്യാകരണത്തിൽ, അതായത് ഇന്നത്തെ കാലത്ത്, ഈ പരായ, ആത്മനെ എന്നീ അർത്ഥങ്ങളിലൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ ഉപയോഗിച്ചാൽ മധ്യമ ഉത്തമ പുരുഷന്മാരുടെ ഒരു പ്രാധാന്യം അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ഒരു രീതിയിൽ, ആ ഒരു അർത്ഥതലങ്ങളിൽ എടുക്കാതിരിക്കുന്നതായിരിക്കും ഉചിതം. അങ്ങനെ വേണ്ട, നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. പരസ്മൈപദികളെ എങ്ങനെ മനസ്സിലാക്കാം? പരസ്മൈപതി ക്രിയാപദങ്ങൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അവയെ നമുക്കൊന്ന് നോക്കാം. പഠതി, ലിഖതി, ഗച്ഛതി, ഗായതി, പശ്യതി. ഇത് കൂടാതെ ഒരുപാടെണ്ണം ഉണ്ട്. 2000ഓളം ക്രിയാപദങ്ങളുണ്ട്. അതിൽ വെറും 5 മാത്രമേ ഞാനിവിടെ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ പഠതി, ലിഖതി, ഗച്ഛതി, ഇവിടെ എല്ലാം നോക്കൂ, ആ തീയിലാണ് അവസാനിക്കുന്നത് അല്ലേ? പഠതി തി, ലിഖതി തി, ഗച്ഛതി തി. ഇങ്ങനെ തീയിൽ അവസാനിക്കുന്ന ഈ ക്രിയാപദങ്ങളെല്ലാം തന്നെ പരസ്മൈപതിയിലായിരിക്കും. ഇത് ലട്ടുലകാരമാണ് എന്നുകൂടി ഓർമ്മ വേണം. തി എന്ന പ്രത്യയത്തിൽ അവസാനിക്കുന്ന ക്രിയാപദങ്ങൾ പരസ്മൈപദികളും തേ എന്ന പ്രത്യയത്തിൽ അവസാനിക്കുന്ന ക്രിയാപദങ്ങൾ ആത്മനേപദികളും ആയിരിക്കും. പിന്നെ ഈ തീയും തേയും ഉള്ളത് ഉഭയപദികളായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കൂ, പഠതി പരസ്മൈപദിയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പഠതേ എന്ന് ആത്മനേപദിയിൽ ഉണ്ടാവില്ല. അതുപോലെ ലിഖതി, ലിഖതേ എന്ന ആത്മനേപദിയിൽ ഉണ്ടാവില്ല. അത് പരസ്മൈപദി മാത്രമാണ്. ഗച്ഛതി പരസ്മൈപദം മാത്രമാണ്. അതുപോലെ ഗായതി പരസ്മൈപദമാണ്. ഇവ ഒരിക്കലും ആത്മനേപദത്തിലേക്ക് പോകില്ല. അതുപോലെ വന്ദതേ, തേ എന്ന പ്രത്യയമായതുകൊണ്ട് ആത്മനേപദം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ വന്ദതേ എന്നത് ആത്മനേപദമാണ്. അവ ഒരിക്കലും വന്ദതി എന്ന് പരസ്മൈപദമാകില്ല. അതുപോലെ ഈക്ഷതി എന്നാവില്ല, മോദതി എന്ന് ആവില്ല. അവ എപ്പോഴും ആത്മനേപദത്തിൽ തേ എന്ന പ്രത്യയത്തിൽ തന്നെ ആയിരിക്കും. പിന്നെ ഉഭയപദികൾ. ഇവിടെ കരോതി, കുരുതേ. കരോതി എന്നത് പരസ്മൈപദവും കുരുതേ എന്നത് ആത്മനേപദവും. അപ്പോൾ കരോതി, കുരുതേ എന്നത് കൃധാതുവിൻ്റെ രൂപങ്ങളാണ്. ഈ കൃധാതുവിന് പരസ്മൈപദിയും ഉണ്ടാവും, ആത്മനേപദിയും ഉണ്ടാവും. പരസ്മൈപദിയിലെ 9 രൂപങ്ങൾ, ആത്മനേപദിയിലെ 9 രൂപങ്ങൾ. അതുപോലെ പചതി, പചതേ, രോചതി, രോചതേ, ഡയതി, ഡയതേ. അപ്പോൾ ഉഭയപദികളിൽ വരുന്ന ക്രിയാപദങ്ങൾക്ക് പരസ്മൈപതി ഉണ്ടാവും, ആത്മനേപതി ഉണ്ടാവും. അതുകൊണ്ടാണ് ഉഭയ എന്ന ഒരു പേര് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് നോക്കൂ, പഠതി. ആ പഠതിയുടെ 9 രൂപങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? വർത്തമാനകാലത്തിലെ 9 രൂപങ്ങൾ. അതേപോലെ വന്ത് ധാതുവിൻ്റെയും ഉണ്ട് 9 രൂപങ്ങളുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. വന്ത് ധാതു ആത്മനേപദം. വന്ദതേ, വന്ദേതേ, വന്ദന്തേ,
പ്രഥമ പുരുഷനാണ്. വന്ദസേ, വന്ദേധേ, വന്ദദ്വേ മധ്യമ പുരുഷൻ. വന്ദേ, വന്ദാവഹേ, വന്ദാമഹേ ഉത്തമ പുരുഷൻ. ഇത് ഓരോന്നും ഓരോ വചനത്തിലാണ്. ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്നീ ക്രമത്തിലാണ് ഉള്ളത്. വന്ദതേ ഏകവചനമാണ്. അവിടെ ഒരു കർത്താവിനെ കൊടുക്കുകയാണെങ്കിൽ സഹ വന്ദതേ അവൻ വന്ദിക്കുന്നു. തൗ വന്ദേതേ അവർ രണ്ടുപേർ വന്ദിക്കുന്നു. തേ വന്ദന്തേ അവർ വന്ദിക്കുന്നു. ഓക്കെ, അപ്പോൾ ക്രിയാപദങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ട് വചനങ്ങളും കർത്താക്കളും മാറുന്നു. വന്ദസേ വന്ദിക്കുന്നു. അവിടെ ആരാണ് വന്ദിക്കുന്നത്? ത്വം വന്ദസേ നീ വന്ദിക്കുന്നു. യുവാം വന്ദേധേ നിങ്ങൾ രണ്ടുപേർ വന്ദിക്കുന്നു. യൂയം വന്ദദ്വേ നിങ്ങൾ വന്ദിക്കുന്നു. വന്ദേ വന്ദിക്കുന്നു. ആരാ വന്ദിക്കുന്നത്? അഹം വന്ദേ ഉത്തമ പുരുഷനാണ്. ഞാൻ വന്ദിക്കുന്നു. ആവാം വന്ദാവഹേ ഞങ്ങൾ രണ്ടുപേർ വന്ദിക്കുന്നു. വയം വന്ദാമഹേ ഞങ്ങൾ വന്ദിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്രിയാപദങ്ങളുടെ പുരുഷനെയും വചനത്തെയും അനുസരിച്ചിട്ടായിരിക്കും അവിടെയുള്ള കർത്തൃപദങ്ങൾ ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ ഉഭയപദികൾ പരിചയപ്പെട്ടു. കൃധാതു ഉഭയപദിയാണ് എന്നും പറഞ്ഞു. അപ്പോൾ കൃധാതുവിൻ്റെ പരസ്മൈപദിയിലെയും ആത്മനേപദിയിലെയും 9 രൂപങ്ങളെ നമുക്ക് കാണണ്ടേ? ആദ്യം പരസ്മൈപദി രൂപങ്ങൾ. കൃധാതു പരസ്മൈപദം. കരോതി, കുരുതഃ, കുർവന്തി പ്രഥമപുരുഷ രൂപം. കരോഷി, കുരുധഃ, കുരുധ മധ്യമപുരുഷൻ. കരോമി, കുർവഃ, കുർമഃ ഉത്തമപുരുഷ രൂപം. ഇദ്ദേഹത്തിനെ ആത്മനേപദത്തിൽ നോക്കാം. കൃധാതു ആത്മനേപദം. കുരുതേ, കുർവാദേ, കുർവതേ. കുരുഷേ, കുർവാധേ, കുരുദ്വേ. കുർവേ, കുർവഹേ, കുർമഹേ. അപ്പോൾ ഇവിടെ കരോതി, കുരുതേ. ആത്മനേപദിയിലും പരസ്മൈപദിയിലുമുള്ള അർത്ഥങ്ങളെല്ലാം തന്നെ ഒന്ന് തന്നെയാണ്. ചെയ്യുന്നു. ആ പുരുഷന്മാരെയും പദികളെയും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി കുറച്ച് ഉദാഹരണങ്ങളൊന്ന് നോക്കാം. ബാലകഃ ലേഖനം കരോതി. ബാലകൻ ലേഖനത്തെ ചെയ്യുന്നു. കരോതി എന്നത് പരസ്മൈപദ ക്രിയാപദമാണ്. ഏത് പുരുഷന്റെയാണ്? പ്രഥമ പുരുഷന്റെ ഏകവചനത്തിലുള്ള ക്രിയാപദം. അതുകൊണ്ട് ബാലകഃ എന്നാണ് കർത്തൃപദം. ബാലകഃ ലേഖനം കുരുതേ. ഈ കുരുതേ എന്നത് ആത്മനേപദത്തിന്റെ കൃധാതുവിന്റെ ക്രിയാപദമാണ്. അതും പ്രഥമ പുരുഷൻ തന്നെയാണ്. അതുകൊണ്ട് അവിടെ ബാലകഃ എന്ന് തന്നെ എടുത്തു. മാതാ ദേവം വന്ദതേ. വന്ദതേ അല്ലെ, വന്ദുധാതു ആത്മനേപദം, പ്രഥമ പുരുഷ ഏകവചനം ആയതുകൊണ്ട് അവിടെ മാതാ എന്ന കർത്തൃപദം. ത്വം ദേവം വന്ദസേ. വന്ദസേ മധ്യമപുരുഷന്റെ ഏകവചന ക്രിയാപദം. മധ്യമപുരുഷനായതുകൊണ്ട് തന്നെ അവിടെ കർത്താവ് ആരായിരിക്കും? ത്വം ആയിരിക്കും. നീ ദേവനെ വന്ദിക്കുന്നു. അഹം ദേവം വന്ദേ. ഞാൻ ദേവനെ വന്ദിക്കുന്നു. വന്ദേ എന്നുള്ളത് ഉത്തമ പുരുഷന്റെ ആത്മനേപദത്തിന്റെ ഏകവചനത്തിലുള്ള ക്രിയാപദമാണ്. അതുകൊണ്ട് കർത്തൃപദം അഹം. യൂയം കാര്യം കുരുധ. കുരുധ എന്നുള്ളത് ആത്മനേപദിയാണോ പരസ്മൈപദിയാണോ? പരസ്മൈപദി അല്ലേ. പുരുഷൻ മധ്യമ പുരുഷൻ, വചനം ബഹുവചനം.
അതേ വാക്യം തന്നെ നോക്കൂ. യൂയം കാര്യം കുരുധ്വേ. ഇവിടെ ആത്മനേപദ ക്രിയാപദമാണ്. മധ്യമ പുരുഷന്റെ തന്നെ ബഹുവചനത്തിലുള്ള ആത്മനേപദ ക്രിയാപദം. രണ്ടിൻ്റെയും മീനിങ് ഒന്നാണ്. നിങ്ങൾ ജോലിയെ ചെയ്യുന്നു. കുരുദ്ധ എന്നത് പരസ്മൈപതിയിലും കുരുദ്വേ എന്നത് ആത്മനേപതിയിലും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ക്രിയാപദം കിട്ടിക്കഴിഞ്ഞാൽ അത് പരസ്മൈപതിയാണോ ആത്മനേപതിയാണോ, അതുപോലെ പ്രഥമ പുരുഷനാണോ മധ്യമ പുരുഷനാണോ ഉത്തമ പുരുഷനാണോ, അതിൽ ഏത് വചനത്തിലാണ് ഉൾപ്പെടുന്നത് എന്നീ നിയമങ്ങളെല്ലാം തന്നെ നമ്മൾ അറിഞ്ഞേ മതിയാവൂ. ഇത് ബേസാണ്. ഇതറിഞ്ഞാൽ മാത്രമേ വീണ്ടും വീണ്ടും സംസ്കൃതം മുന്നോട്ട് പോകുമ്പോൾ കഷ്ടമില്ലാതെ നമുക്ക് അഭ്യസിക്കാനാവൂ. ഓക്കെ. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇപ്പോൾ ഉദാഹരണമായി എടുക്കുന്ന രൂപങ്ങളെല്ലാം തന്നെ വർത്തമാനകാലത്തിലെ ക്രിയാപദങ്ങളാണ്. അതിൽ ഞാൻ പഠ്ധാതുവിൻ്റെ 9 രൂപങ്ങളും വന്ത് ധാതുവിൻ്റെ 9 രൂപങ്ങളും പരസ്മൈപതിയിലും ആത്മനേപതിയിലും ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ പരസ്മൈപതിയിലെ രൂപങ്ങളും ആത്മനേപതിയിലെ രൂപങ്ങളും എങ്ങനെ വ്യത്യാസങ്ങൾ വരുന്നു എന്ന് നമ്മൾ കാണാതെ പഠിക്കുക തന്നെ വേണം. കാരണം ഒരു രൂപങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ധാതുക്കളുടെയും രൂപങ്ങൾ അത് തന്നെ ആയിരിക്കും. ഇപ്പോൾ പഠതി, ലിഖതി, ഗച്ഛതി എന്നതെല്ലാം ആ പഠുധാതുവിനെ അനുസരിച്ചിട്ടിരിക്കും. അതേപോലെ വന്തുധാതുവിൻ്റെ ആ 9 രൂപങ്ങളെ പോലെ തന്നെയായിരിക്കും എന്താ പറയുക, ശോഭതേ, മോദതേ, ഈക്ഷതേ എന്നിവയുടേതെല്ലാം. അപ്പോൾ ഏതെങ്കിലും ഓരോന്ന് വീതം നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിരിക്കും ഉപയോഗിക്കുവാൻ. ഓക്കെ, ധന്യവാദ.